അപ്പോൾ എല്ലാവർക്കും തെങ്ങിൻ മുകളിലേക്ക് സ്വാഗതം. ഞാൻ മടൽ വെട്ടി ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടൽ വെട്ടാൻ കയറിയത്. ഇന്നെന്താ ഐറ്റം എന്നല്ലേ, ക്യാമ്പ് സെറ്റേഴ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഐറ്റത്തിൻ്റെ പേര് മടൽ വെട്ടി ബീഫ്. നമുക്ക് മടൽ വെട്ടാം. മടലിൻ്റെ മേളിൽ കുറച്ച് അഴുക്കുണ്ടാവും, നമുക്ക് അതൊന്ന് ചിരണ്ടി കളയാം. അഴുക്ക് പോകുന്നത് മാത്രമല്ല, മടലിൻ്റെ രുചി ഇറങ്ങാനും നല്ലതാണ്. ഇത് വെട്ടി പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചെറുതായിട്ട് വെട്ടിയാൽ മാത്രമേ ഉള്ളൂ കുക്കറിനകത്ത് ഇറങ്ങത്തുള്ളൂ. കുക്കറിനകത്തോടെ വെച്ചുകൂടെ നോക്കണം. എന്തായാലും ഇനി ഇത് കൊണ്ടുപോയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബാ. അടുത്ത നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ സവോള 2 എണ്ണം ഒന്ന് അരിഞ്ഞെടുക്കണം. 2 ഉരുളക്കിഴങ്ങുണ്ട്, അതരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. പാഷൻ ഫ്രൂട്ട് മുറിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അത് ചെയ്യാം. ബാ. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഇടിച്ചെടുക്കാം. അതിനകത്തേക്ക് തന്നെ വെളുത്തുള്ളി. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഒരു ബേസിനകത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതിൽ 4 തണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇത്ര ഉപ്പ്. ഇനി അതിനകത്തോട്ട് വറ്റൽമുളക് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് പിച്ച് ചീന്തി ഇട്ട് കൊടുക്കും. കുറച്ച് ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ്, ചെറിയ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ്. ഇനി വെച്ച സവോള, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത് ചതച്ചാൽ മതി, ഇടിച്ച് പഞ്ഞിക്കിടരുത്. അടുത്തത് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, കുറച്ച് മീറ്റ് മസാല. ഇത് നമ്മുടെ ഒരു മെത്തേഡാണ്, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി, കാര്യം കുരുമുളകും കാന്താരിയും ചേർക്കുന്നുള്ളതുകൊണ്ട് മുളക് പൊടി ശകലം ചേർത്താൽ മതി. കുരുമുളക് പൊടി ഇത്ര മതിയാവും. ഇനി ഒരു 3-4 കാന്താരി, ഇടിക്കോ ചതയ്ക്കോ ഒന്നും ചെയ്യണ്ട, അങ്ങേ ഇട്ട് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ രുചി തരുന്ന സുപ്രധാന ഐറ്റം, പാഷൻ ഫ്രൂട്ട്. ഈ പാഷൻ ഫ്രൂട്ട് ഇല്ലാത്തവർക്ക് ഇതിന് പകരം വിനാഗിരിയോ നാരങ്ങ നീരോ ചേർത്താൽ മതിയാവും. കറിയുടെ പരമാത്മാവ് തേങ്ങാക്കൊത്ത്. ഏറ്റവും അവസാനം ദേ 4 ചെത്തി വൃത്തിയാക്കിയ ഒരു ചിരട്ട. കൈ നല്ല വൃത്തിക്ക് കഴുകിയിട്ട്, കൈ മുമ്പേ വൃത്തിക്ക് കഴുകണം തുടങ്ങുന്നതിന് മുമ്പ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത്
നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനൊരു കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ അങ്ങ് വെക്കണം. ഇത് കണ്ടോ, കുക്കറിനകത്ത് ഈ വിധത്തിൽ മടൽ വെട്ടിയത് നമ്മളിങ്ങനെ അട്ടിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമിത ഉപയോഗത്തിൻ്റെ ഭാഗമായി ചെറുതായിട്ട് കരി പിടിച്ച കുക്കറായതുകൊണ്ടാണ് ഇടുന്നത് കാണിക്കാതിരുന്നത്. എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ മടൽ നിരത്തിയ കുക്കറിനകത്തോട്ട് ആ ചിരട്ട ഉൾപ്പെടെ ബീഫ് നമ്മൾ നിറച്ച് കൊടുക്കണം. മൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു തരി വെള്ളം മതി. ഏവരുടെയും അനുവാദത്തോടു കൂടി കുക്കർ ഞാനങ്ങ് അടയ്ക്കുകയാണ്. ഇതാ നമ്മുടെ സാധാരണ നമ്മളെ തീ കത്തിക്കുന്നതിന് പകരം ഇന്ന് സ്റ്റൗ വെച്ചിട്ടുണ്ട്. പീച്ചങ്കോട് ഇന്ത്യൻ ഓയിലിലെ സ്റ്റാഫ് മെഹ്റൂബാണ് നമുക്ക് സ്റ്റൗവല്ല ഗ്യാസും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നിരിക്കുന്നത്. മഴക്കാലത്ത് ഇതേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കുക്കർ വെക്കാം. ഇനി ഇതിവിടെ ഇരുന്നിട്ട് ഒരു 8 മുതൽ ഒരു 12 വിസിൽ വരെ അടിക്കണം. എന്തുകൊണ്ടാണ് 8 മുതൽ 12 വരെ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ബീഫിനും ആ പോത്തിൻ്റെ പ്രായം അനുസരിച്ചാണ് വേവ് വരുന്നത്. അപ്പം ടെൻഡർ പോത്താണെങ്കിൽ 8 മതിയാവും. ചില മൂത്ത പോത്താണ് 12 വരെയൊക്കെ വേണ്ടി വരും. ഇതിപ്പോൾ ഒരു മീഡിയം പോത്താണ്. അപ്പോൾ നമുക്കൊരു 10 വിസിൽ അടുപ്പിക്കാം. നമ്മൾ 10 വിസിൽ അടുപ്പിച്ചു. ആ പ്രഷർ കളഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. കാണാൻ നല്ല ടെൻഡറായിട്ട് വെന്തിട്ട് മേളുഭാഗം ഇങ്ങനെ ഉണ്ടാവും. ആ മുളക് ഉൾപ്പെടെയുള്ള എല്ലാം അടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇപ്പം കളർ കിട്ടില്ല. പക്ഷെ നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കളർ ഉൾപ്പെടെ എല്ലാം വരും. വേവ് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത്രയും ടെൻഡറായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തരി പോലും എണ്ണ ചേർത്തിരുന്നില്ല. ഇനിയാണ് എണ്ണ ചേർക്കുന്നത്. നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമുക്കിങ്ങനെ അതിനകത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ആക്കണം. കൂടെ കഴിക്കാൻ എടുത്തു വച്ചിരിക്കുന്ന നല്ല ചെണ്ടമുറിയൻ കപ്പയാണ്. ഇതൊരു ബേസിനകത്തിട്ടിടാം. ഇനിയാണ് നമ്മുടെ മടൽവെട്ടി ബീഫ് ഇങ്ങോട്ട് ഒഴിക്കുന്ന. അച്ചാറ് വരുന്നുണ്ട്. മടലെല്ലാം സൈഡിലോട്ട് ഒതുക്കി വെക്കാം. വലിയ സ്രാഗ് വരുന്ന പോലെയാണല്ലോ മടൽ വരുന്നത്. ചിരട്ട വന്നു. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ മടൽവെട്ടി ബീഫ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ സ്മെല്ല് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മുമ്പ് കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് സാധനം. ഇനി ഒരു പീസ് എടുത്തിട്ട് എൻ്റെ സാറേ മടലേലോട്ട് തന്നെ പിടിക്കട്ടെ. എന്ത് ദൈവമേ, മടലിൽ ഇത്ര രുചി ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഈ തെങ്ങ് മടൽ കടിച്ച് ചവച്ചാൽ ഇത്ര രുചി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കഴിച്ചിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ല. പക്ഷേ ഈ മടൽ ചവയ്ക്കുമ്പോൾ കിട്ടുന്ന രുചി എൻ്റെ സാറേ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഇച്ചിരി കപ്പ കൂട്ടി ഒന്ന് കഴിക്കട്ടെ. ബീഫും ഒരു തേങ്ങാക്കൊത്തും ഒക്കെ ഇങ്ങനെ കപ്പ കൊടുത്ത് എടുത്തിട്ട് നൂറിന് 101%
ഉറപ്പിച്ച് ഞാൻ പറയാം, വേറെ ലെവലാണ്. ഇത് ചെയ്യുമ്പം നമുക്ക് പക്ഷിയെ ഒന്ന് വയ്യ കാറ്, ഇത് ചെയ്യുമ്പം നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഇത് ചെയ്യുമ്പം നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു ഇതെങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം. പക്ഷേ ഇത് ഒരു കാര്യം ഉറപ്പാട്ടോ, ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും ചുമ്മാ പറയുന്നതാണെന്നേ പറയത്തില്ല. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടിരിക്കും. കാര്യം അത്രയ്ക്ക് രുചി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രുചി. പിന്നെ മടൽ വെട്ടുമ്പോൾ ഉണങ്ങിയ മടലൊന്നും വെട്ടിയിടല്ലേ, നല്ല പച്ച മടൽ തെങ്ങ കയറി, അല്ലെങ്കിൽ തെങ്ങ കയറിയില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വെട്ടിച്ചാലും മതി. പച്ച മടലിട്ടിട്ട് ഉണ്ടാക്കുക. എന്തായാലും സംഭവം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത സാധനമാണ്. ഞാനിവിടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മടൽ വെട്ടി ബീഫ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലോ. ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും അതൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലോ. കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതോടെ അടുത്ത മടൽ വെട്ടി ഇനി മരമൊക്കെ വെട്ടണമെന്ന് ആലോചിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്.